വന്ന് പ്രസവത്തിൻ്റെ ഡേറ്റ് അടുക്കാറായില്ലേ. അപ്പോൾ കുറച്ചെങ്കിലും സാധനങ്ങൾ നമ്മൾ ബേബിക്കുള്ളത് റെഡിയാക്കിയില്ലെങ്കിൽ അവസാനം പിന്നെ പണി കിട്ടും. അതുകൊണ്ട് ഇന്ന് ഞാൻ തുറക്കാമെന്ന് വിചാരിച്ചത് ഡബിൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് സ്റ്റാർട്ടർ സെറ്റ് റിജോ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിട്ടിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 വീക്സ് ആയി. ഇന്നേ നാളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 0 to 3 months ഉള്ള ബേബിക്ക് ഫീഡിങ് ബോട്ടിലാണ്. അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞാൽ കുറേ ബോക്സസ് ഓൾമോസ്റ്റ് 3 to 4 ബോക്സസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഓരോന്ന് വീതം ഓപ്പൺ ചെയ്ത് നോക്കാം. മോളുണ്ടായപ്പോൾ ഞാൻ ആക്ച്വലി അധികം ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ 2 വർഷത്തോളം അവളെ ഫീഡ് ചെയ്തു. പക്ഷേ ഞാൻ അന്ന് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് എപ്പോഴും ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു കംഫർട്ടബിൾ ആയിരുന്നു വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുക. അവിടെ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മളിവിടെ നെതർലൻഡ്സിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് കയറണം. അപ്പോൾ എത്രയാണേലും എനിക്ക് ലൈവായിട്ട് ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് തന്നെ വെക്കണം. പിന്നെ ഈ പ്രാവശ്യത്തെ മിൽക്ക് ഫ്ലോ ഒക്കെ എത്ര ഉണ്ടാവും നമുക്കൊന്നും അറിയത്തില്ല. അത് ബേബി വന്നു കഴിഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ. എങ്കിൽ പോലും അതിന് മുന്നേയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ ഈ തുറക്കുന്ന പാക്കറ്റിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. എനിക്കിത് മേടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ശരിക്കും മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ആണത്. എനിക്ക് തോന്നുന്നൊരു 25 എണ്ണം ആണെന്ന് പാക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു 25 മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇത് നമുക്ക് ശരിക്കും സേഫ്ലി നമ്മളുടെ പാൽ എക്സ്ട്രാ വരുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാനും ഫ്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ എക്സ്ട്രാ പാൽ കയ്യിൽ കരുതാനും ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാരി ബാഗ്സ് ആണ്. ഇത് 1 time യൂസ് ആൻഡ് ദെൻ ഡിസ്കാർഡ് എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. പിന്നെ ഇതിനകത്ത് തന്നിട്ടുള്ളത് അൾട്രാ ലൈറ്റ് കളക്ഷൻ കപ്പാണ് മിൽക്ക് കളക്ട് ചെയ്യുന്നത്. ഇതും ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ആ മെഷീനിൽ വെച്ചിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സക്ഷൻ ചെയ്തോളും. അപ്പം ഹാൻഡ്സ് ഫ്രീ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ കൂടെ പിന്നെ തന്നേക്കുന്നതെല്ലാം സക്ഷൻ പൈപ്പ് തന്നെയാണ്. ഒരു 4 to 5 സെറ്റ്സ് ഓഫ് സക്ഷൻ പൈപ്പ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോസിലുണ്ട്. ഇത് നമുക്ക് ഒരു സെറ്റ് ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ അടുത്ത സെറ്റ് യൂസ് ചെയ്യാം. കൂടെ തന്നെ ഒരു സിലിക്കൺ കേബിൾ ഉണ്ട്. അത് ശരിക്കും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള മോട്ടോർ യൂണിറ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് ശരിക്കും സക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സിനടിയിൽ ഇൻ കേസ് മിൽക്ക് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാനുള്ള പാഡ്സും കൂടി അവർ തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 5 പാക്കറ്റ്സ് ആണുള്ളത്. അതിനകത്ത് 2 പാഡ്സ് വീതം. നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ലേറ്റർ ഓൺ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതോടുകൂടി തന്നെ മെയിനായിട്ടുള്ള ബ്രസ്റ്റ് പമ്പും തന്നിട്ടുണ്ട്. ഇതിനകത്ത് അവർ പറയുന്ന സക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 85 times per minute ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ ബേബിയുടെ സക്ഷൻ പേസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇതൊക്കെയാണ് ശരിക്കും എൻ്റെ ഫിലിപ്സ് അവൻറ്റ് ഓട്ടോമാറ്റിക് ബ്രസ്റ്റ് പമ്പിൽ വന്നിരിക്കുന്ന സംഭവങ്ങൾ. ഇത് മുഴുവൻ എനിക്കിനി സ്റ്റെറിലൈസ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഫോളോ ചെയ്യണം. ബൈ.